ഇന്ന് അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം. ലോകബാങ്കിന്റെ കണക്കുകൾ പ്രകാരം ലോകത്താകെ 700 ദശലക്ഷം ആളുകൾ ഇപ്പോഴും അതിദാരിദ്ര്യത്തിൽ കഴിയുന്നു. കേരളത്തിൽ 20,000-ൽ ഓളം ആൾക്കാരാണ് അതിദാരിദ്ര്യത്തിന്റെ നിഴലിൽ കഴിയുന്നത്. 2025 നവംബർ മാസത്തോടെ സംസ്ഥാനത്ത് അതിദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്നാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനായി സാമൂഹ്യ ക്ഷേമ വകുപ്പുകളും പ്രാദേശിക സ്ഥാപനങ്ങളും ചേർന്ന് നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. നീതി ആയോഗിന്റെ 2021 ബഹുമുഖ ദാരിദ്ര്യ സൂചിക റിപ്പോർട്ടുകൾ കേരളത്തിലെ ദാരിദ്ര്യം 0.71% ആയിരിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സർക്കാർ ഇടപെടലുകൾ മൂലം ആ സംഖ്യ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ടെന്ന് അധികൃതർ പറയുന്നു. സാമ്പത്തിക വളർച്ചയും സാങ്കേതിക വിദ്യയും പുരോഗമിച്ചിട്ടും ലോകമെമ്പാടും ഉള്ള ആളുകൾ കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്നത് ധാർമ്മികമായി തെറ്റായ പ്രവണതയെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ദാരിദ്ര്യം ഒരു സാമ്പത്തിക പ്രശ്നമല്ല, അന്തസ്സോടെ ജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ഉൾക്കൊള്ളുന്ന സാമൂഹിക പ്രതിഭാസമാണ്. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് അപകടകരമായ തൊഴിൽ സാഹചര്യങ്ങൾ, സുരക്ഷിതമല്ലാത്ത പാർപ്പിടം, പോഷകാഹാരക്കുറവ്, നിയമന നീതിയിലേക്കുള്ള പ്രവേശനത്തിലുള്ള അസമത്വം, ആരോഗ്യ സംരക്ഷണത്തിലെ പരിമിതികൾ തുടങ്ങിയ ദുരിതങ്ങൾ നേരിടേണ്ടി വരുന്നു. ഒക്ടോബർ 17 അന്താരാഷ്ട്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത്. ഈ വർഷം ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി സാമൂഹികവും സ്ഥാപനപരവുമായ ദുരുപയോഗങ്ങൾക്കാണ് ആഗോളതലത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കുന്നത്. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്ക് സമൂഹം തന്നെ പലപ്പോഴും പ്രതികൂലമായി മാറുന്നു. അവരെ അപമാനിക്കുകയും അവരുടെ രൂപം, ഉച്ചാരണം, വിലാസം തുടങ്ങിയവയെ പരിഹാസത്തിന് വിധേയമാക്കുകയും ചെയ്യുന്നു. അവരുടെ ഇല്ലായ്മകളുടെ പേരിൽ സമൂഹം അവരെ മാറ്റി നിർത്തുന്നു. ചിലപ്പോൾ അവരുടെ ദുരവസ്ഥയ്ക്കാണ് ഇത് വഴിവെക്കുന്നത്. സമൂഹം അവരെ ആദരിക്കാത്തതുപോലെ തന്നെ സ്ഥാപനങ്ങളും അവരെ അവഗണിക്കുന്നു. ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങൾ അവർക്ക് ലഭിക്കാതിരിക്കാൻ ചില സ്ഥാപനങ്ങൾ തന്നെ കാരണമാകുന്നുവെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യങ്ങളെയെല്ലാം പരിഗണിച്ചാണ് ഇത്തവണ ദാരിദ്ര്യ നിർമ്മാർജ്ജന ദിനം ആചരിക്കുന്നത്. ദാരിദ്ര്യത്തോടൊപ്പം അതിനെ ശക്തിപ്പെടുത്തുന്ന സാമൂഹിക അനീതികളെയും ഇത് ചോദ്യം ചെയ്യുന്നു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.